നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BA വിദ്യാർത്ഥികളുടെ AEC മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന് പറയുന്ന ലേഖനമാണ്. യഥാർത്ഥത്തിൽ ടി പത്മനാഭൻ്റെ ഗൗരി എന്ന ചെറുകഥയ്ക്ക് മലയാളത്തിലുണ്ടായ ശ്രദ്ധേയമായ പഠനമാണ് KP അപ്പൻ്റെ പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന ലേഖനം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന് പറയുന്ന ലേഖനം പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടി പത്മനാഭൻ്റെ ഗൗരി എന്ന ചെറുകഥ പഠിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ, അതായത് പാർട്ട് 1 വീഡിയോയിൽ നമുക്ക് ഗൗരി എന്ന് പറയുന്ന കഥ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? ആ ലേഖനം പഠിക്കാം. അപ്പോൾ ഗൗരി ആരാണ് എഴുതിയിരിക്കുന്നത്? ടി പത്മനാഭൻ. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പരസ്പരം കാണുകയായിരുന്നു. ഗൗരി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. എന്നു മാത്രമല്ല, ഗൗരിയെ കണ്ണടയോടുകൂടി കാണുന്നതും ആദ്യമായിട്ടായിരുന്നു. അയാൾ അവരെ പതുക്കെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ ഇവിടെ ഗൗരിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം, നായിക. നായകന് പേരൊന്നും പറയുന്നില്ല കേട്ടോ, അങ്ങോളം പറയുന്നില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലായി, അവർ മാസങ്ങൾക്ക് ശേഷം 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ കാണുന്നത്. അപ്പം ഗൗരി കുറച്ചുകൂടി ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് തോന്നുകയാണ്. പിന്നെ ഗൗരി കണ്ണടയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായമാവുന്നതിനെയൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞുതരാം. മധ്യവയസ്സിനോട് അടുത്തിട്ടുള്ള 2 പേരുടെ പ്രണയമാണ് ഇതിലെ വിഷയം. ആർദ്രമായ പ്രണയമാണ് ഇതിലെ വിഷയം. അപ്പോൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? ആദ്യം അവർ ഒന്നും പറഞ്ഞില്ല. പിന്നീട് നിർബന്ധപൂർവ്വം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈയിടെയായി ഒരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടുന്നു. വായിക്കുമ്പോൾ തലവേദന വരും. എന്തെങ്കിലും കാര്യമായി ആലോചിക്കുമ്പോഴും വരും. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് വിശേഷിച്ചൊന്നുമില്ല, കണ്ണട വെക്കാത്തത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അതെ, അങ്ങനെ കണ്ണട വെക്കുന്നുണ്ട്. ഓക്കെ. പോർട്ടിക്കോവിൽ അവർ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരം പുലരാറായിരുന്നെങ്കിലും ഇരുട്ട് അകന്നിരുന്നില്ല. അപ്പോൾ ഒരു പുലർച്ചെയാണ് സമയം. നേരിയ മഞ്ഞുമുണ്ടായിരുന്നു. ഹോട്ടലിൽ എല്ലാവരും അപ്പോൾ രാവിലത്തെ സുഖകരമായ മയക്കത്തിലായിരുന്നു. അപ്പോൾ സമയം നിങ്ങൾക്ക് കിട്ടിയില്ല. ആ സമയത്താണ് അവർ സംസാരിക്കുന്നത്. എങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ശരീരമില്ലാത്ത 2 ആത്മാക്കളെപ്പോലെ അവർ പരസ്പരം ചേർന്നു നിന്നു. അയാൾക്കപ്പോൾ അവരോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുതരം കുറ്റബോധത്തിന് പൂർണ്ണമായും അടിപ്പെടുകയാൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താണ് ഈ കുറ്റബോധത്തിൻ്റെയൊക്കെ കാരണം? യഥാർത്ഥത്തിൽ ഈ കഥ എന്ന് പറയുന്നത് മധ്യവയസ്സിനോടടുത്ത 2 പേർ തമ്മിലുള്ള ആർദ്ര പ്രണയത്തിൻ്റെ കഥയാണ്. കഥയിലെ നായികയാണ് ഗൗരി. നായകന് പ്രത്യേകിച്ച് പേരില്ല. 2 പേരും തങ്ങളുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ നിന്നും, അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് ഒഡീഷയിലെ ഗോപാൽപൂർ എന്ന കടലോരത്ത് ഉദയം കാണാൻ വേണ്ടിയിട്ട്, സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എത്തിയാണ്. അതാണ് കേട്ടോ ആ സമയം നമ്മൾ പറഞ്ഞത്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ കാലത്തിൻ്റെയും പ്രായത്തിൻ്റെയും സവിശേഷതകൾ തങ്ങളിലേക്ക് കൂടിച്ചേരുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് അവിടെ പറഞ്ഞല്ലോ, അവർക്ക് പ്രായം കൂടുന്നതൊക്കെ, ഇപ്പം കണ്ട വെച്ച കാര്യം പറയുകയാണെങ്കിലും ക്ഷീണം പിടിച്ച കാര്യമാണെങ്കിലും ഒക്കെ. 6 മാസം മുമ്പ് അവർ ഒരുമിച്ച് നേപ്പാളിൽ കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. അത് മുന്നോട്ടെത്തുമ്പോൾ പറയൂ കേട്ടോ. ആ യാത്രയിലെ ഗൗരിയുടെ സന്തോഷങ്ങളും ചില കാഴ്ചകൾ ഉയർത്തിയ ആകുലതകളും അടക്കം ഇപ്പോഴും അയാളുടെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നു. ഗൗരി വിവാഹിതയും ഒരു മകളുടെ അമ്മയുമാണെന്ന് കഥയിൽ വ്യക്തമാവുന്നു. എന്നാൽ അവളുടെ ദാമ്പത്യം വിജയകരമായിരുന്നില്ല. തൻ്റെ മകളെ ഹോസ്റ്റലിൽ ഒളിച്ചുപോയി കാണേണ്ട അവസ്ഥയുണ്ടായിരുന്നു അവൾക്ക്. വിവാഹമോചനത്തിന് ഭർത്താവ് തയ്യാറായിരുന്നില്ല. തങ്ങളുടെ തന്നെ കഥയുടെ പുനരാവിഷ്കാരം പോലെ ഒരു നഷ്ടപ്രണയത്തിൻ്റെയും നായികയുടെ അകാല മരണത്തിൻ്റെയും ഒരു കഥ അയാൾ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഥ പറഞ്ഞുകൊണ്ട് ഗോപാൽപൂരിലെ കടലിന് മുകളിൽ ഉദയസൂര്യനെ കാണാനായി കാത്തിരിക്കുന്നതിൽ കഥ അവസാനിക്കുന്നു. പ്രണയത്തിൻ്റെ തീവ്രമായ കാത്തിരിപ്പും അനുകമ്പയും കരുണയുമെല്ലാം അനുഭവിപ്പിക്കുന്ന ഒന്നാണ് എന്താ ഗൗരി എന്ന് പറയുന്ന ഈ കഥ. ജസ്റ്റ് അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ബാക്കി കഥയിലേക്ക് തന്നെ വരാം. അയാളുടെ ഉള്ളിൽ പൊടുന്നനെ ഒരു കൊളുത്തി വലിയുണ്ടായി. ശരീരമാകെ വിറയ്ക്കുകയും ചെയ്തു. പക്ഷേ തൻ്റെ ഭാവപ്പകർച്ച പുറത്ത് കാണരുതെന്ന് അയാൾക്കുണ്ടായിരുന്നു. അയാൾ അവരുടെ കൈ അമർത്തിപ്പിടിച്ച് പറഞ്ഞു, ഇല്ല ഇല്ല, നമ്മൾക്കൊരിക്കലും വയസ്സാവുകയില്ല. ആ ആർദ്ര പ്രണയത്തിൻ്റെ തീക്ഷ്ണമായ സംഭാഷണങ്ങളാട്ടോ അത്. അവർ മധ്യവയസ്സിനോട് അടുത്ത ആളുകളുടെ പ്രണയമാണല്ലോ പറയുന്നത്. അവർ അപ്പോൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവർ എന്ന് പറയുന്ന ഗൗരി ആട്ടോ. എന്തോ പറയാനും അവർ ആരംഭിച്ചു. പക്ഷേ പിന്നീട് ഒരു 2ാം വിചാരത്തിൽ എന്ന പോലെ പറയാതിരിക്കുകയും ചെയ്തു. അവർ 2 പേരും ചെറുപ്പക്കാരായിരുന്നില്ല എന്നത് ഒരു സത്യമായിരുന്നു. എന്നാൽ അവർ മധ്യവയസ്കരും ആയിരുന്നില്ല. അപ്പം മധ്യവയസ്സിനോട് അടുത്തൊരു പ്രായമാണ്. 2ൻ്റെയും നടുവിൽ എവിടെയോ ആയിരുന്നു അവരുടെ പ്രായം. അയാൾക്ക് അവരെ അപേക്ഷിച്ച് വയസ്സ് അല്പം കൂടുതലായിരുന്നുവെങ്കിലും ഒരിക്കലും അത് തോന്നിച്ചിരുന്നില്ല. വയസ്സിനെപ്പറ്റി ഒരിക്കലും അവർ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആദ്യമായി അത് കേട്ടപ്പോൾ ഗൗരി പിന്നീട് പറഞ്ഞു, വെറുതെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് സമയം കളഞ്ഞു. വരൂ, വേഗം നടക്കാം. അവിടെ എത്തുമ്പോൾ ഇന്നൊരു പക്ഷേ
അയാൾ തിടുക്കത്തിൽ പറഞ്ഞു, ഇല്ല ഇല്ല, എൻ്റെ കുട്ടി അവിടെ എത്തുന്നതിന് മുമ്പായി ഒരിക്കലും സൂര്യൻ ഉദിക്കില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ സൂര്യോദയം കാണാൻ പോകില്ലേ അവർ. ശരിക്കും ഇത് നമ്മളെ ഈ കഥ വസ്തുതയേക്കാൾ അധികം നമ്മളിത് അനുഭവിപ്പിക്കുക ചെയ്യുക. ആ തീവ്ര പ്രണയം ഉണ്ടല്ലോ, ആ ഒരു ആർദ്രമായ പ്രണയം നമുക്ക് ഓരോ വരിയിലും കിട്ടും. ഞാൻ പറയലാണ്, ഈ കഥ നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ അധികം ഇത് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ അധികം ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓക്കെ. കടലിന് സമാന്തരമായി പോകുന്ന റോഡിലൂടെ അവർ നടന്നു. അല്ലേ, എൻ്റെ കുട്ടി അവിടെ എത്തുന്നതിന് മുമ്പായി ഒരിക്കലും സൂര്യൻ ഉദിക്കില്ല എന്ന് പറയുമ്പോൾ തീക്ഷ്ണ പ്രണയം ഉണ്ടാകുമ്പോൾ അല്ലേ അങ്ങനെയൊക്കെ പറയാ. യെസ്. കടലിന് സമാന്തരമായി പോകുന്ന റോഡിലൂടെ അവർ നടന്നു. ഇതിനു മുമ്പും ഒന്നിലധികം തവണ അതിലൂടെ അവർ പോയിട്ടുണ്ടായിരുന്നു, എപ്പോഴും പുലർച്ചയ്ക്കു തന്നെ. എന്നിട്ട് കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറയുടെ മുകളിൽ സൂര്യൻ കടലിൽ നിന്ന് ഉദിച്ചുയരുന്നതും കാത്ത്. ഗോപാൽപൂരിനോട് എന്താണ് ഗൗരിക്ക് ഇത്ര വലിയ ഇഷ്ടമെന്ന് അയാൾക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. ഒന്നാലോചിച്ചാൽ അതിലും സുന്ദരമായ സ്ഥലങ്ങൾ അവർ വേറെ കണ്ടിരുന്നില്ലേ, അവിടങ്ങളിലൊക്കെ താമസിച്ചിരുന്നില്ലേ? മഹാബലേശ്വർ, പച്മാറി, ഡാർജിലിംഗ്, കന്യാകുമാരി. എന്നിട്ടും ഗൗരിക്ക് എന്നും ഇഷ്ടം ഗോപാൽപൂരിനോട് തന്നെയായിരുന്നു. ഒന്നുകിൽ ടൂറിസ്റ്റുകളുടെ ബഹളം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ലേ, ടൂറിസ്റ്റുകൾ അധികം അവിടെ വന്നിട്ട് ബഹളം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ സീസൺ കഴിഞ്ഞ ഉടനെ. അതായത് ആ ശാന്തതയാണ് വേണ്ടത്. അവിടുത്തെ കടൽക്കരയിലൂടെ ഗ്രാമത്തിലൂടെ പകലുകൾ നടന്നു നീക്കി എല്ലാ പുലർച്ചകളിലും പാറക്കെട്ടുകളിൽ ചെന്നിരുന്ന് അവിടുത്തെ ഹോട്ടലിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ സമയത്തെക്കുറിച്ചൊരു ബോധവുമില്ലാതെ, ഒരു വേവലാതിയുമില്ലാതെ, എന്തൊരാർദ്രതയാണ് ഓരോ വരിക്കും. ഈ സമയത്തെക്കുറിച്ചൊരു ബോധമില്ലാതെ, എത്ര മണിയായി എന്നറിയാതെ, ഇനി പോയിട്ട് വേറെ പണിയുണ്ടോ എന്നുള്ള തിരക്കില്ലാതെ, ഒരു ബോധമില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇമോഷനൊക്കെ അവതരിപ്പിക്കാനുള്ള വാക്കുകളില്ല. അതാണ് അങ്ങനെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി. തണ്ടും വലയുമായി മീൻ പിടിക്കാൻ പോകുന്ന ഏതാനും പേർ അവരെ മുറിച്ചു കടന്നുപോയി. അതൊഴിച്ചാൽ റോഡ് അപ്പോഴും വിജനമായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. മഞ്ഞിൻ്റെ കട്ടി നിമിത്തം ഒന്നും വ്യക്തമായി കാണാമായിരുന്നില്ല. വഴിവിളക്കുകളാണെങ്കിൽ വെളിച്ചത്തിൻ്റെ നേരിയ ചീളുകൾ മാത്രമായിരുന്നു, ചെറുതായിട്ടേ കത്തുന്നുള്ളൂ. വിളക്കുകാലുകളുടെ ചുറ്റും ശലഭങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ നടന്നു. എങ്കിലും അയാൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. 6 മാസം മുമ്പ് ഗൗരി എഴുതി. അയാൾ ആലോചിക്കുക, 6 മാസം മുമ്പ് ഗൗരി എഴുതി, ഇത്തവണ കാഠ്മണ്ഡുവിൽ ഒരാഴ്ച മാനേജ്മെൻറ്റ് സെമിനാർ. ഞങ്ങളുടെ കമ്പനിയിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് മാത്രമേ ഉള്ളൂ. വെളിയിൽ നിന്ന് ആരെയും വിളിക്കുന്നില്ല. ഇതിൻ്റെ നടത്തിപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ജനുവരി 7 തീരും. അത് കഴിഞ്ഞ് ഒരാഴ്ച ലീവെടുത്ത് നേപ്പാളിൽ തന്നെ കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരില്ലേ? വരണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അവിടെ നിർത്തുകയാണ്. അത് നമ്മൾ പൂരിപ്പിച്ചോളണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അവിടെയൊക്കെ കാര്യമായിട്ട് വരുന്നതെന്നുള്ളതാണ്. പ്രണയത്തിൻ്റെ ശക്തി നോക്കണേ. നമുക്ക് 2 പേർക്കും കൂടി ഒരിക്കൽ എന്നോട് അന്നപൂർണയുടെ തായ്വരയിലുള്ള ഒരു തടാകത്തെയും തടാകത്തിൻ്റെ നടുവിലുള്ള ഏകാന്തമായ ഒരു ദ്വീപിനെയും കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു തവണ ആ ദ്വീപിലെ പഴയ ഒരു ഹോട്ടലിൽ ചെന്ന് ഏതാനും നാളുകൾ കഴിച്ചുകൂട്ടിയതിനെക്കുറിച്ച് പറയാറില്ലേ? എനിക്കിപ്പോൾ അവിടെ പോകാൻ, എൻ്റെ ഈ ലോകത്തെ പൂർണ്ണമായും മറന്ന് അങ്ങയുടെ കൂടെ ഏതാനും നാളുകൾ കഴിക്കാൻ ധൃതിയായിരിക്കുന്നു. അയാൾ ഓർത്തു. എഴുത്തു കിട്ടിയ മുതൽ അയാൾക്കും ധൃതിയായിരുന്നല്ലോ. അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അവരിപ്പോൾ ഒന്നിച്ചെത്തിയിരിക്കുന്നത്. വൈകുന്നേരം അവർ പശുപതിനാഥൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റിന് അയാൾ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഗൗരി ഒരു കൊച്ചുകുട്ടിയുടെ ആഹ്ലാദത്തോടും ഉത്സാഹത്തിമിർപ്പോടും കൂടി പറഞ്ഞു, നമുക്ക് നടന്നിട്ട് പോകാം. അതിനു മുമ്പും അവിടെ പോയിട്ടുള്ള അയാൾ പറഞ്ഞു, ക്ഷീണിക്കും, ഇത്തിരി ദൂരമുണ്ട്, വഴിയാണെങ്കിൽ ഒരു വൃത്തിയുമില്ലാത്ത. അപ്പോൾ ഗൗരി വീണ്ടും പറഞ്ഞു, അത് സാരമില്ല, ഞാൻ ക്ഷീണിച്ചാൽ എന്നെ നോക്കാൻ എൻ്റെ കൂടെ ഇപ്പോൾ. അവിടെ നിർത്തുകയാണ്. പിന്നെ ഡോട്ട്. അതായത് നമ്മളവിടെ വായിക്കണം, എൻ്റെ കൂടെ ഇപ്പം നിങ്ങളില്ലേ എന്നുള്ളതാണ്. എന്നിട്ട് ഗൗരവം നടിച്ചുകൊണ്ട്, എന്നാൽ ഒരു കുസൃതി ചിരിയോടുകൂടി, ഇത്തവണ ദേവൻ്റെ മുമ്പിലെത്തുമ്പോൾ ഞാൻ സനാഥയായിരിക്കുമല്ലോ. അനാഥയുടെ ഓപ്പോസിറ്റ്, എൻ്റെ കൂടെ ആളുണ്ടാവുമല്ലോ എന്നുള്ളത് അയാൾ ഓർത്തു. സനാഥ എന്ന വാക്ക് ഗൗരി ഉച്ചരിച്ചപ്പോൾ അവരുടെ ശബ്ദം തെല്ല് വിറച്ചിരുന്നില്ലേ? അവരുടെ ഭംഗിയേറിയ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തീനാളങ്ങൾ പടർന്നു കയറിയിരുന്നില്ലേ? പക്ഷേ അപ്പോൾ അയാൾ സന്ധ്യക്കാണ് അവർ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഗൗരി ദേവനെക്കുറിച്ചൊക്കെ മറന്നുപോയി. മടുപ്പോടെ ഗൗരി പറഞ്ഞു, എന്തൊരു വൃത്തികേട്. ക്ഷേത്രത്തിൻ്റെ പിറകിലെ വലിയ കൽക്കെട്ടിൽ ചെരിച്ചു പണിത പടവുകളിലൂടെ അവർ ബാഗ്മതിയുടെ കരയിലേക്ക് ഇറങ്ങിച്ചെന്നു. അകലെയുള്ള മലകളിൽ നിന്ന് മണ്ണ് കുത്തിയിളക്കി ഉന്മാദിനിയെപ്പോലെ അലറിപ്പാഞ്ഞു വരുന്ന ബാഗ്മതി നദിയാട്ടോ. അവിടെ അല്പം ശാന്തയായിരുന്നു. എങ്കിലും അവൾ ഇരുണ്ടു തന്നെ കാണപ്പെട്ടു. ബാഗ്മതിയുടെ കരയിലെ ചിതകളിൽ ശവങ്ങൾ എരിയുന്നുണ്ടായിരുന്നു. മുക്കാലും കത്തിത്തീരാറായ ശവങ്ങൾ, കത്തി പാതിയായ ശവങ്ങൾ, തീപിടിച്ചു തുടങ്ങിയ ശവങ്ങൾ, തങ്ങളുടെ ഊഴവും കാത്ത് നദിക്കരയിൽ വിറങ്ങലിച്ചു കിടന്ന ശവങ്ങൾ. ആ സീനൊക്കെ കാണുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ കൂടി എന്താ കടന്നു പോകാമെന്ന് ആലോചിച്ച് നോക്കൂ.
ബോഡി ദയിപ്പിക്കുന്നതൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ. ആകാശം ഇരുണ്ട് കിടക്കുകയായിരുന്നു. വളരെ നേരിയ ഒരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതൊന്നും അറിയാതെ ബാഗ്മതിയുടെ കരയിലെ ചിതകളിലേക്ക് നോക്കി നിന്നു. ഒരു ഘട്ടത്തിൽ മതി, വാ പോകാം എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഗൗരി സമ്മതിച്ചില്ല. ഗൗരി അയാളുടെ കൈ പിടിച്ചു നിർത്തി. ഗൗരി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഗൗരിയുടെ കണ്ണുകൾ പൂർണ്ണമായും ചിതകളിലായിരുന്നു. ചിതകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടെരിഞ്ഞു. ഗൗരി മങ്ങിയൊരു ചിത്രത്തിലെന്ന പോലെ സ്തബ്ധയായി. പിറ്റേന്ന് കാലത്ത് അവർ വിമാനത്തിൽ പൊഖാറയിലേക്ക് പോയി. വയലുകളുടെ, വീടുകളുടെ, ബാഗ്മതിയുടെ മുകളിലൂടെയൊക്കെ അവരുടെ കൊച്ചു വിമാനം താണു പറന്നു. ഗൗരി വളരെ ആഹ്ലാദവതിയായിരുന്നു. പൊഖാറയിൽ നിന്ന് അന്നപൂർണയിലേക്ക് കാറിൽ പോയി. പിന്നീട് തടാകത്തിൻ്റെ മധ്യത്തിലുള്ള പഴയ ഹോട്ടൽ എന്ന് വെച്ചാൽ ചെത്തിത്തേക്കാത്ത ഉരുളൻ കല്ലുകളും മിനുക്കാത്ത കാട്ടുതടിയും കൊണ്ട് നിർമ്മിച്ച ഏതാനും കുടിലുകളിൽ മുള കൊണ്ടും ചൂരൽ കൊണ്ടും മടഞ്ഞെടുത്ത കട്ടിൽ, മേശ, കസേര. ബാഹ്യലോകത്ത് ലഭിക്കുന്ന സൗകര്യം എന്ന് പറയാൻ അവിടെ ആകെ ഉണ്ടായിരുന്നത് പൈപ്പ് വെള്ളവും ഇലക്ട്രിസിറ്റിയുമായിരുന്നു. പിന്നെ ടെലഫോണും. ഏറ്റവും സമാധാനം നിറഞ്ഞ ഏതാനും ദിവസങ്ങൾ. അങ്ങനെ സമാധാനം നിറഞ്ഞ ദിവസങ്ങൾ അവർ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. കുടിലിലെ വരാന്തയിൽ നിന്ന് കാണുന്ന തടാകത്തിലെ ജലപ്പരപ്പ്, തടാകത്തിൻ്റെ അങ്ങേക്കരയിലുള്ള താഴ്വരകളിലെ കാട്ടുപൂക്കൾ, എല്ലാറ്റിലും ഉപരിയായി സദാ മഞ്ഞിൻ്റെ ശിരോവസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന അന്നപൂർണ. ഗൗരി ആഹ്ലാദവതിയായിരുന്നു. എങ്കിലും അയാളുടെ ഉള്ളിൽ മിക്കപ്പോഴും ഭയമുണ്ടായിരുന്നു. ബാഗ്മതിയുടെ കരയിൽ കത്തിയെരിയുന്ന ചിതകൾക്ക് മുമ്പിൽ എല്ലാം മറന്നൊരു ചിത്രത്തിലെന്ന പോലെ സ്തബ്ധയായി നിന്ന ഗൗരിയുടെ രൂപം എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയുണ്ടായില്ല. പിന്നീട് ഒഴിവ് ദിവസങ്ങൾ തീർന്നപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് അവരുടേതായ ലോകങ്ങളിലേക്ക് പതിവ് പോലെ മുഖംമൂടികളും അണിഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ ആ യാത്ര അവിടെ അവസാനിപ്പിച്ചത് പറയാണ്. തിരിച്ചെത്തിയ ഉടനെ തന്നെ ഗൗരി എഴുതി. അങ്ങനെ മുമ്പ് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പറഞ്ഞത്. തിരിച്ചെത്തിയ ഉടനെ തന്നെ ഗൗരി എഴുതി, ഇന്നലെ യാത്രയുടെ ക്ഷീണം ഞാൻ അറിഞ്ഞതേയില്ല. എൻ്റെ ഒപ്പം ആരാണുണ്ടായിരുന്നതെന്നോ പറയില്ല, എനിക്കറിയില്ല. ഞാൻ ആകെ മാറിയിരിക്കുന്നു. ഈ സ്നേഹം മധുരമായ വേദന തന്നെ. അങ്ങൊരിക്കൽ എഴുതിയില്ലേ വേദനയോടുകൂടി സ്നേഹിക്കുന്നു എന്ന്? എത്ര ശരി, ഞാനിപ്പോൾ അത് അറിയുന്നു. ധർമ്മസങ്കടങ്ങളുടെ നടുവിലും പേരിടാനാവാത്ത ആഹ്ലാദം. ഗോപാൽപൂരിലെ ആളൊഴിഞ്ഞ നിരത്തിലൂടെ ഗൗരിയെയും കൂട്ടി നടന്നപ്പോൾ അയാളും ആലോചിച്ചിരുന്നത് ധർമ്മസങ്കടങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. ഗൗരിയുടേത് മാത്രമല്ല അയാളുടേതും. പിന്നെയും ഇപ്പോൾ ആ പറഞ്ഞ നടത്തത്തിലേക്ക് തന്നെ എത്തിയേ. ഒരു ഘട്ടത്തിൽ ഗൗരി ചോദിച്ചു, എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ഒന്നും പറയാതെ. അയാൾ പെട്ടെന്ന് ഞെട്ടി. പിന്നീട് പതുക്കെ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല. അവർ ഒരു വിളക്കുകാലിൻ്റെ ചുവട്ടിലായിരുന്നു. ഗൗരി പൊടുന്നനെ അയാളെ പിടിച്ചു നിർത്തി. അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, സത്യം പറയണം, എന്നോട് മടുപ്പ് തോന്നുന്നുണ്ടോ? ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും? അയാൾ അമ്പരപ്പോടെ അവരെ നോക്കിയപ്പോൾ ഗൗരി തുടർന്നു, ചിലപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, പ്രത്യേകിച്ചും ഈയിടെയായി. എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങൊരു തരത്തിലുള്ള സ്നേഹക്കുറവും ഒരിക്കലും എന്നോട് കാട്ടിയിട്ടില്ല. എങ്കിലും ഈയിടെയായി ഞാനൊരു ഭാരമാകുന്നുണ്ടോ എന്ന് ആ തോന്നൽ എവിടുന്നാണോ വരുന്നത്? അത് പ്രായമാകുന്നതിൻ്റെ സിമ്പലായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര അറിവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എനിക്കും 28 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം അവർ ഭയങ്കര പ്രണയത്തിലായിരുന്നിട്ടും പക്ഷേ ഈയിടെയായിട്ട് നിങ്ങളെന്നോട് സ്നേഹക്കുറവൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ഈയിടെയായിട്ട് എനിക്ക് ഞാനൊരു ഭാരമാകുന്നു തോന്നുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നത് അത് പ്രായമാകുന്നത് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് കാലം നമ്മുടെ കഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമുക്കിനി കുറച്ച് കാലമേ ഉള്ളൂ എന്നൊക്കെ തോന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ദുഃഖം വരും. അതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, പ്രത്യേകിച്ചും ഈയിടെയായി. എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങ് ഒരു തരത്തിലുള്ള സ്നേഹക്കുറവും ഒരിക്കലും എന്നോട് കാട്ടിയിട്ടില്ല. എങ്കിലും ഈയിടെയായി ഞാനൊരു ഭാരമാകുന്നുണ്ടോ എന്ന്. സ്നേഹത്തിൻ്റെ കയങ്ങളിൽ അങ്ങയെ പിടിച്ചു കൊണ്ടുപോയത് ഞാനായിരുന്നല്ലോ. അങ്ങാണെങ്കിൽ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അതായത് അവരുടെ ബന്ധം തുടങ്ങിയതിനെക്കുറിച്ച് പറയാം. എന്നിട്ടും എനിക്കറിയാമായിരുന്നു അങ്ങയുടെ ഉള്ളിലും സ്നേഹമുണ്ടെന്ന്. എനിക്ക് ആ സ്നേഹം വേണമായിരുന്നു, കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്ന്. അയാൾ അവരെ വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ മാറോട് ചേർത്ത് നിർത്തി. അയാൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവരുടെ നെറുകയിൽ ആർദ്രമായി ചുംബിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. മുറിവേറ്റ ഒരു പക്ഷിക്കുഞ്ഞ് അഭയം തേടാൻ ശ്രമിക്കുന്നത് പോലെ അവർ അയാളോട് ഒന്നുകൂടി ചേർന്ന് നിന്നു. എന്നിട്ടൊരു തേങ്ങലിൻ്റെ വക്കോളം എത്തിക്കൊണ്ട് തന്നോടെന്ന പോലെ പറഞ്ഞു, എൻ്റെ സുമി, എൻ്റെ മകൾ. അവളെ കാണാൻ ഞാൻ ഒരു കള്ളിയെപ്പോലെ പാത്തും പതുങ്ങിയും ബോർഡിങ്ങിൽ ചെന്ന്, ഇത് ഞാൻ തുടക്കം പറഞ്ഞു തന്നിരുന്നല്ലോ. അപ്പോൾ ഗൗരി കല്യാണം കഴിച്ചാണ്, കുട്ടിയുള്ളതാണ്. പക്ഷേ ആ ദാമ്പത്യം വിജയകരമല്ല. പാത്തും പതുങ്ങിയിട്ടൊക്കെ വേണം മകളെ പോയി കാണാൻ. അവരെ സമാധാനിപ്പിക്കാൻ അയാളുടെ കയ്യിൽ അപ്പോൾ വാക്കുകളുണ്ടായിരുന്നില്ല. അവർ വീണ്ടും പറഞ്ഞു, ഡൈവോഴ്സും തരില്ലത്രേ, വേണമെങ്കിൽ ഞാൻ കോടതിയിൽ പോകട്ടെ എന്നാണ് പറയുന്നത്. ഇതുവരെയും എന്നെ ദ്രോഹിച്ചത് പോരാതെ ഇനിയും വയ്യ.
അവർ രണ്ടുപേരും ഒന്നും പറയാൻ കഴിയാതെ അവിടെ നിന്നു. ഒടുവിൽ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പതുക്കെ പറഞ്ഞു, എടോ ഇവിടെ. അപ്പോൾ ഈ പറഞ്ഞ ഗൗരിയും ഈ പറഞ്ഞ ഈ ആളും തമ്മിൽ മുമ്പേയുള്ള പ്രണയമായിരിക്കാം. ഇവൾ വേറെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവാം. ആ ദാമ്പത്യം പരാജയമായിരുന്നു. ഒരു പക്ഷേ എന്താ പറയുക, ഇത്രയും ഇഷ്ടമുള്ള ഒരു ഇഷ്ടം ഇവിടെ ഉള്ളത് ഉണ്ടാകുമ്പം വേറൊന്നും കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പം എന്താവും, പിന്നെ ആ ദാമ്പത്യത്തിൽ ഒരു പക്ഷേ കൂടുതൽ നീതി പുലർത്താനൊന്നും പറ്റിയിട്ടുണ്ടായിന്ന് വരില്ല. അപ്പോൾ അത് പരാജയമാവും. മേ ബി അങ്ങനെ ആവാം. ഇനി അല്ലെങ്കിൽ വേറെന്തോ പ്രശ്നങ്ങളാവാം. എനിവേ ആഗ്രഹിച്ചൊരു ജീവിതമല്ല കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നല്ല ദാമ്പത്യമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. മകളെ പോലും ഒളിച്ചു കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ വേദനയിൽ നിന്ന് വീണ്ടും ഈ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമ്പം അവൾക്കുണ്ടാവുന്ന ആ ഒരു നിറവ്, അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റണേ. ഒടുവിൽ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പതുക്കെ പറഞ്ഞു, വരൂ, സൂര്യനെ കാണാനല്ലേ നമ്മൾ എത്രയോ അകലെ നിന്ന് ഇവിടെ, വളരെ കാലത്ത് തന്നെ. എന്നിട്ട് ഈ വിഷമം പറഞ്ഞിരിക്കുകയാണ്. അതായത് അത് മൂഡ് മാറ്റുന്ന കേട്ടോ, വിഷയം മാറ്റുന്നതാണ്. വിഷമിക്കുന്ന കണ്ടിട്ട് അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, പറയാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഒരു നിമിഷം മനസ്സിന്മേലുള്ള പിടി വിട്ടുപോയി. അയാൾ അവരെ തലോടിക്കൊണ്ട് പറഞ്ഞു, വരൂ, നമുക്ക് നടക്കാം. നിരത്തിൽ നിന്ന് കടൽക്കരയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ വളരെ അടുത്തതെങ്കിലും രാവിലത്തെ മഞ്ഞിൽ നനഞ്ഞ് ധൂസരമായ ഒരു ചിത്രം പോലെ അവ്യക്തമായി മാത്രം കാണുന്ന പാറക്കൂട്ടങ്ങളുടെ നേർക്ക് നടക്കുമ്പോൾ അയാൾ തനിക്ക് വളരെ ഇഷ്ടമായ ഒരു പഴയ കവിതയുടെ ഈരടികൾ പതുക്കെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒരു താരകയെ കണ്ട് രാവ് മറന്നു, പുതുമഴ കണ്ട് വരൾച്ച മറന്നു. ആ വരിയുണ്ടല്ലോ, ശരിക്കും വൺ ഓഫ് മൈ ഫേവറേറ്റ് ലൈനാട്ടോ. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, പുതുമഴ കാണെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാവം മാനവ ഹൃദയം. മനുഷ്യൻ എത്ര പാവാന്നാണ് പറയുന്നത്. ഒരു താരകയെ, ഒരു നക്ഷത്രത്തെ കാണുമ്പോൾ നമ്മൾ രാത്രിയുടെ ഇരുട്ടിൻ്റെ ഭീകരത മറക്കും, അല്ലേ? ഇരുട്ട് എത്ര പേടിപ്പെടുത്തുന്നതാണ്. പക്ഷേ നക്ഷത്രം കണ്ടാൽ നമ്മൾ ഹാപ്പിയാണ്. വലിയ ദുരന്തം അവിടെ ഉണ്ടായിട്ടും അതിനെ മറന്നിട്ട് ചെറിയ കാര്യത്തിൽ സന്തോഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പിന്നെയോ പുതുമഴ കണ്ടാൽ നമ്മൾ വരൾച്ച മറക്കും. ഈ ഏപ്രിൽ മെയിലൊക്കെ ചൂടെടുത്ത് മരിക്കാറായിട്ട് അവസാനം ഒരു നല്ല മഴ പെയ്യുമ്പോൾ ഈ 2 മാസത്തെ ചൂട് മൊത്തം മറന്നിട്ട് നമ്മൾ എന്താവും, ആ മഴയിൽ സന്തോഷിക്കും. വലിയ ദുഃഖങ്ങൾക്കിടയിലും ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ കഴിവ്. പിന്നെയോ പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. നല്ലൊരു ചിരി കണ്ട മരണത്തെ പോലും മറന്നിട്ട് നമ്മൾ സുഖിച്ച് ജീവിക്കാൻ തുടങ്ങും. അത്രയും പാവമാണ് മനുഷ്യൻ്റെ ഹൃദയം എന്നുള്ളതാണ്. അപ്പോൾ ആ വരി ചൊല്ലിപ്പാടാണ്. കടൽ ശാന്തമായിരുന്നു. സൂര്യൻ ഉദിച്ചുയരുന്നതും കാത്ത് പാറക്കൂട്ടങ്ങളുടെ മുകളിൽ കടലിലേക്ക് നോക്കി അവർ ഇരുന്നു. അവർ ഒന്നും സംസാരിച്ചിരുന്നില്ല. മൗനത്തിൻ്റെ ഏതോ ഒരു ദുർബല ഘട്ടത്തിൽ അയാൾ ചോദിച്ചു, ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ? പറയണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. ഇപ്പോൾ ഗൗരി ശാന്തമായി പറഞ്ഞു, എനിക്ക് ഒരു കഥയും ഇതുവരെയും പറഞ്ഞു തന്നിരുന്നില്ലല്ലോ. ഞാനൊട്ട് ചോദിച്ചിരുന്നുമില്ല. എങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്, പറയൂ. തെല്ല് നേരം ഓർമ്മകളിൽ ആണ്ടിരുന്ന ശേഷം അയാൾ പതുക്കെ പറയാൻ തുടങ്ങി. വളരെ പണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഥ പറയാണ്. അതായത് ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് ഈ കഥക്കിട്ട്. അതായത് ഈ കഥേൻ്റെ ഉള്ളിലെ കഥയ്ക്ക് ഇവരുടെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട്. അങ്ങനെ സാമ്യമുള്ളൊരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പം പറയാം. അയാൾ പതുക്കെ പറയാൻ തുടങ്ങി. അത് ജസ്റ്റ് കേട്ടാൽ മതി. വളരെ പണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടി അയാളുടെ സ്നേഹിതൻ്റെ അനുജത്തിയായിരുന്നു, ഫ്രണ്ടിൻ്റെ പെങ്ങളായിരുന്നു. അതിനു പുറമെ അവർ രണ്ടുപേരുടെയും വീട്ടുകാരും പരിചയത്തിലായിരുന്നു. ഇതൊക്കെ കൊണ്ട് ചെറുപ്പക്കാരനും പെൺകുട്ടിക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ഒന്നും ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല. പരിചയക്കാരല്ലേ? പെൺകുട്ടി കാണാൻ വളരെ നല്ലതായിരുന്നു. എപ്പോഴും അവൾ വളരെ മൃദുവായേ സംസാരിച്ചിരുന്നുള്ളൂ. അവളുടെ വാക്കുകൾ ചെറുപ്പക്കാരന് അമൃതായിരുന്നു. പെൺകുട്ടി അയാളെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു. അയാളും അവളെ സ്നേഹിച്ചു. ഒരു തവണ അയാളുടെ വീട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അവർ രണ്ടുപേരും ആലിംഗന ബദ്ധരായി കെട്ടിപ്പിടിച്ച് അയാളുടെ മുറിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആരോ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിചാരിച്ച അയാൾ ബദ്ധപ്പാടോടെ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവളും അതുപോലെ തന്നെ ചെയ്തു. ഈ വെപ്രാളത്തിൽ പെൺകുട്ടിയുടെ കുപ്പിവളകളിൽ ചിലത് തകരുകയും അവരുടെ മനോഹരമായ കൈത്തണ്ടയിൽ ചെറിയൊരു മുറിവുണ്ടാവുകയും ചെയ്തു. സത്യത്തിൽ ആരും അപ്പോൾ ആ മുറിയിലേക്ക് വന്നിരുന്നില്ല. ഭയം നിമിത്തം അവർക്ക് അങ്ങനെ തോന്നിയതായിരുന്നു. പെൺകുട്ടിയുടെ കൈത്തണ്ടയിൽ നിന്ന് ചോര കിനിയുന്നുണ്ടായിരുന്നു. അത് തുടച്ചു കളഞ്ഞതിന് ശേഷം പൊട്ടിയ വളത്തുണ്ടുകൾ എടുത്ത് കയ്യിൽ പിടിച്ച് അപരാധബോധത്തോടെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വേറെ വാങ്ങിത്തരാം. അയാളെ ജീവിതം മുഴുവൻ പിന്തുടരുന്ന ഒരു നോട്ടം ആ പെൺകുട്ടി അപ്പോൾ നോക്കി. അവൾ പറഞ്ഞു, വേറെ വാങ്ങിത്തരണ്ട, ഇതെപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി. അതെ, വേറെ വാങ്ങിത്തന്നിട്ട് ഈ ഓർമ്മ മറന്നു കളയണ്ട, ഇതെപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി. ചെറുപ്പക്കാരൻ പിന്നീട് ഉന്നത വിദ്യാഭ്യാസത്തിനായി അന്യദിക്കിലേക്ക് പോയി. ആ ഇടയ്ക്ക് അവർ ചുരുക്കമായേ കണ്ടിരുന്നുള്ളൂ. പെൺകുട്ടിയുടെ കുറ്റം കൊണ്ടായിരുന്നില്ല. സത്യത്തിൽ അയാളായിരുന്നു ഒരു ഭീരുവിനെ പോലെ പെരുമാറിയത്.
പിന്നീട് കാലാന്തരത്തിൽ പെൺകുട്ടി വിവാഹിതയാവുകയും ഒരമ്മയാവുകയും ചെയ്തു. കണ്ടോ, ഇവരുടെ ഈ കഥയായിട്ട് ബന്ധമുണ്ടല്ലോ. അവളെ കല്യാണം കഴിച്ചൊരു നല്ല ധനസ്ഥിതിയുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു. പശ്ചാത്താപത്തിൻ്റെ മുള്ളുകൾ ഇടയ്ക്കൊക്കെ ചെറുപ്പക്കാരൻ്റെ മനസ്സിനെ കുത്തി നോവിക്കാറുണ്ടായിരുന്നെങ്കിലും അവൾ ഒരു നിവൃത്തിയുള്ള വീട്ടിലാണല്ലോ എത്തിയത്, നല്ലൊരു ഭർത്താവിനെയാണല്ലോ അവൾക്ക് ലഭിച്ചത്, സംതൃപ്തമായ ഒരു കുടുംബജീവിതമാണല്ലോ അവൾ നയിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അയാൾ അപ്പോഴൊക്കെ സ്വയം സമാധാനിച്ചു. പക്ഷേ അയാളുടെ സമാധാനത്തിനൊന്നും ഒരടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. പെൺകുട്ടിയുടെ ജീവിതം തികച്ചും ദുഃഖഭൂയിഷ്ടമായിരുന്നു. അവിടെ താളപ്പിഴകളും ശ്രുതിഭംഗങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അധികമൊന്നും വൈകാതെ തന്നെ അവൾ രോഗബാധിതയാവുകയും മരിക്കുകയും ചെയ്തു. അപ്പം പൂർണ്ണമായിട്ടും ഇവരുടെ കഥയല്ല, പക്ഷേ ഇതുമായിട്ട് ബന്ധമുള്ളൊരു കഥയാണ് പറഞ്ഞു കൊടുത്തത്. മരിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാരൻ അവളെ ഒരിക്കൽ കണ്ടിരുന്നു. അയാൾ ഒരു സ്നേഹിതനെ കാണാനായി പോവുകയായിരുന്നു. ആ വഴിക്ക് എവിടെയോ ആണ് പെൺകുട്ടി ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിരുന്നത് എന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ പലതും ഓർത്ത് ഇടവഴിയിലൂടെ നടക്കുമ്പോൾ മുകളിലെ വളപ്പിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ മരം മറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയായിരുന്നു. അയാളെ തന്നെ നോക്കിക്കൊണ്ട് അയാൾ ഞെട്ടിത്തെറിച്ചുപോയി. പെൺകുട്ടി വളരെ ക്ഷീണിച്ച് ചോരയെല്ലാം പോയി വിളറി. ഒരു നൊടിയിട മാത്രമേ അവർ പരസ്പരം നോക്കി നിന്നുള്ളൂ. എങ്കിലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവളുടെ കണ്ണുകളിൽ പഴയ സ്നേഹവും പ്രതീക്ഷയുമൊക്കെ വഴിഞ്ഞൊഴുകുന്നത്. പക്ഷേ അപ്പോഴും ചെറുപ്പക്കാരൻ ഒരു ഭീരുവിനെ പോലെ തന്നെ പെരുമാറി. പിന്നീട് കൊല്ലങ്ങൾ കഴിയും തോറും ഇതിൻ്റെയൊക്കെ ഓർമ്മ വേട്ടനായ്ക്കളെപ്പോലെ അയാളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ചെറുപ്പക്കാരൻ, അയാൾ അപ്പോൾ ഏതാണ്ടൊരു മധ്യവയസ്കനായി കഴിഞ്ഞിരുന്നു, പഴയ വഴികളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ അപ്പോൾ ദൂരെ എവിടെയോ ഒരു വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയി കഴിഞ്ഞിരുന്നു. അയാളുടെ കൂടെ കാറിൽ അയാളുടെ ഏടത്തിയും ഉണ്ടായിരുന്നു. കാർ ഒരു വളവിൽ സ്പീഡ് കുറച്ച് പതുക്കെ തിരിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, അല്ല യുവതിയോ, അവരെ നോക്കി കടന്നുപോയി. അയാൾ ഞെട്ടി. ഒരു നിമിഷ നേരത്തേക്ക് അയാളുടെ ഹൃദയമിടിപ്പ് നിന്നതുപോലെയായി. അയാൾ കടന്നുപോയ ആ പെൺകുട്ടിയെ തന്നെ നോക്കിയിരുന്നപ്പോൾ, അവിശ്വസനീയമായ ഒരു കാഴ്ച കണ്ടിട്ടെന്ന പോലെ നോക്കിയിരുന്നപ്പോൾ ഏടത്തി പറഞ്ഞു, നീ അറിയില്ല, അത് നമ്മുടെ പഴയ മകളാണ്. ആളുടെ പേര് പറയുന്നില്ല. വീട്ടിൽ വരാറുണ്ട്, പാവം കുട്ടി. അയാൾ ഞെട്ടി. ഏടത്തി എന്തോ ഓർത്തിട്ടെന്ന പോലെ ഒരു നിശ്വാസത്തോടെ വീണ്ടും പറഞ്ഞു, അവളുടെ അമ്മ. അയാൾ ഒന്നും പറയാൻ കഴിയാതെ കണ്ണടയൂരി ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ടിരുന്നു. ടവൽ നനയുന്നുണ്ടായിരുന്നു. കഥ നിർത്തി അയാൾ മിണ്ടാതിരുന്നു. ഗൗരിയും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ കൈകൾ സ്നേഹപൂർവ്വം അയാളെ. ഗോപാൽപൂരിലെ കടലിന് മുകളിൽ അപ്പോഴും മേഘങ്ങളുണ്ടായിരുന്നു. സൂര്യൻ മേഘങ്ങൾക്ക് പിറകിൽ ഒളിച്ചു കളിക്കുന്നത് പോലെ തോന്നി. അവർ ക്ഷമയോടെ കാത്തിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഗൗരി എന്ന് പറയുന്ന കഥ അവസാനിക്കുന്നു. ഞാനിത് അധികം വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല, കഥ ജസ്റ്റ് അവതരിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. കാര്യം ഞാനിത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഈ കഥയല്ല പഠിക്കാനുള്ള, ഈ കഥയുടെ പഠനമാണ്. അപ്പോൾ ഈ കഥയുടെ പഠനം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കണം. അപ്പോൾ അതിൽ തന്നെ വിശദീകരണം വരുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കഥ മനസ്സിലാക്കി തരാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം. താങ്ക്